വേണ്ടത് ലോക്സഭയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി വായ തുറന്ന് സംസാരിക്കുകയും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരുമായ എംപിമാരെയാണ്. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിമാരെ കണ്ടുപിടിക്കണം. പ്രകാശ് നായർ മേലില ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലെ ഒരു വരികളാണിത്. ഇതിന്റെ പൂർണ്ണരൂപമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എനിക്ക് പ്രേമചന്ദ്രൻ, ശശി തരൂർ എന്നിവ അടുത്ത ലോക്സഭയിൽ ഉണ്ടാകണം. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിലെ ലൈവ് ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുക്കാനും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും അവർക്ക് കഴിയും. കൊല്ലം മണ്ഡലത്തിൽ നടക്കുന്ന അസൂയാവഹമായ വികസന പ്രവർത്തനങ്ങളെല്ലാം പ്രേമചന്ദ്രന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസ്, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനുകൾ, കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത വൈദ്യുതീകരണം, കൊല്ലം തുറമുഖം ഒക്കെയാണ് ഉദാഹരണങ്ങൾ. അതുപോലെ പാലക്കാട് NN കൃഷ്ണദാസിനെ CPM തടയാൻ പാടില്ലായിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള തീരുമാനത്തെ എതിർത്ത് അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ ഇംഗ്ലീഷിലുള്ള തീപ്പൊരി പ്രസംഗം അത്യുജ്വലമായിരുന്നു. കഴിവുള്ള മികച്ച പാർലമെന്ററിയനായ അദ്ദേഹം തഴയപ്പെടുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാണ്. പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരയാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഉറപ്പായും നേട്ടം തന്നെയാകും. കേന്ദ്രമന്ത്രിസ്ഥാനം മാത്രമല്ല, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് സാധാരണക്കാരുടെ നാടിമിടിപ്പും അറിയാം. നമുക്ക് വേണ്ടത് ലോക്സഭയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി വായ തുറന്ന് സംസാരിക്കുകയും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരുമായ എംപിമാരെയാണ്. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലുള്ള എംപിമാരെ കണ്ടുപഠിക്കണം. തമിഴിന്റെ ആവശ്യം വരുമ്പോൾ അവർ പാർട്ടി മറന്ന് ഒറ്റക്കെട്ടാകും. കാവേരി നദീജലം, മുല്ലപ്പെരിയാർ, ഹിന്ദി ഭാഷ, ജല്ലിക്കെട്ട് ഒക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. നമുക്ക് ആ ഐക്യം കൊണ്ടുവരണം. ഒരു പഴയ സംഭവത്തെക്കുറിച്ച് പറയാം. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയ 1960കളിൽ കാനഡയിൽ നിന്നും പദ്ധതിക്ക് വേണ്ട മിഷനറികൾ ഇറക്കുമതി ചെയ്യുന്ന വിഷയം പാർലമെന്റിൽ വന്നപ്പോൾ സജീവമായി പദ്ധതിക്ക് വേണ്ടി വാദിച്ച രണ്ടുപേർ ഉണ്ടായിരുന്നു. ശ്രീ AKGയും കൊല്ലത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമായ RSPയുടെ ശ്രീ N ശ്രീകണ്ഠൻ നായരും. കാനഡയിൽ നിന്നും മെഷീനറികൾ വാങ്ങുന്നതിന് വിദേശ പണം വലിയ തോതിൽ വേണ്ടിവരുമെന്നും അതിനുള്ള സാമ്പത്തിക നില ഇപ്പോൾ നമുക്കില്ലെന്നും ധനകാര്യ വകുപ്പിലെ മലയാളിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് ധനകാര്യമന്ത്രി ലോക്സഭയിൽ വായിച്ചപ്പോൾ കോപാകുലരായ ശ്രീകണ്ഠൻ നായരും AKGയും സഭയിൽ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു. ശ്രീകണ്ഠൻ നായർ ഒരു പടി കൂടി കടന്ന് ലോക്സഭയുടെ ഒരു ജനൽ ഗ്ലാസ് മുഷ്ടി ചുരുട്ടി ഇടിച്ചു തകർക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. ഇതെല്ലാം നിശബ്ദം വീക്ഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു സഭയിൽ ഉപവിഷ്ടനായിരുന്നു. അന്ന് വൈകിട്ട് ഇരുവരെയും ഒപ്പം കേരളത്തിൽ നിന്നുള്ള മറ്റു ചില എംപിമാരെയും നെഹ്റു തന്റെ ഔദ്യോഗിക വസതിയിൽ അത്താഴ വിരുന്നിന് ക്ഷണിച്ചു. ലോക്സഭയിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്താൻ സ്ഥിരമായി നെഹ്റു കൈക്കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു അത്തരം അത്താഴ വിരുന്നുകൾ. ഭക്ഷണത്തിനിടയിൽ നെഹ്റു ശ്രീകണ്ഠൻ നായരോട് ഇത്ര ദേഷ്യം പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ കേരളത്തിനെതിരായ നിലപാടുണ്ടായാൽ തന്റെ നിലപാട് മേലിലും ഇതുതന്നെയായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. ഇത് AKGയും പിന്തുണച്ചതോടുകൂടി നെഹ്റു കൈയടിച്ചാണ് ഇരുവരെയും അഭിനന്ദിച്ചത്. ഇതാണ് നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃക. ഈ പാത തന്നെയാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രനും പിന്തുടരുന്നത്. നിങ്ങൾ കൊല്ലത്തു വന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനോടോ ചുമട്ടു തൊഴിലാളിയോടോ വിദ്യാർത്ഥികളോടോ സാധാരണക്കാരോടോ പ്രേമചന്ദ്രനെ പറ്റി ചോദിച്ചു നോക്കൂ. മറുപടി ഒന്നു തന്നെയായിരിക്കും. ജനകീയനായ ഞങ്ങളുടെ കൊല്ലം MP അഴിമതിക്കാരനല്ല, തികഞ്ഞ ജനസേവകനാണ്.